ഹബീബായ നബി തങ്ങൾ പേടിച്ചു പോകുകയാണ്. മഹ്ശറയിൽ കുറ്റക്കാരനായി കൊണ്ടുവരുന്നതല്ല, അല്ലാഹുവിന്റെ പരിശുദ്ധമായ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് അങ്ങയെ സാക്ഷിയായി കൊണ്ടുവരുമെന്നാണ്. നബി തങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ട് പ്രയാസവുമുള്ള കാര്യമല്ല. അല്ലാഹുവിന്റെ റസൂൽ പ്രബോധനം ചെയ്തുവെന്ന് പറഞ്ഞാൽ അവിടെ തീരുന്ന കാര്യമാണ്. പക്ഷേ അവിടെ സാക്ഷിയായി പോലും മഹ്ശറയിലേക്ക് കൊണ്ടുവരുമോ എന്ന ആയത്ത് ഇറങ്ങിയപ്പോ ഹബീബായ നബി തങ്ങളുടെ കരങ്ങൾ, അവിടുത്തെ കണ്ണുകൾ നിറഞ്ഞ് ചാലിട്ടൊഴുകിയെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളെ എല്ലാം കൊണ്ടുവരുമല്ലോ മഹ്ശറ. അല്ലയോ പ്രിയപ്പെട്ട സഹോദരാ സഹോദരി, യഗ്സിലൂ വജൂഹകും ബിദുമൂഇൻ നദമി. കണ്ണീര് കൊണ്ട് കണ്ണുകളെ വൃത്തിയാക്കണേ, കണ്ണീര് കൊണ്ട് ഞങ്ങളുടെ മുഖങ്ങളെ വൃത്തിയാക്കണേ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് മഹ്ശറയെ കുറിച്ച് ആലോചിപ്പോലെ കരച്ചിലാണ്. ഓ മഹ്ശറ വൻസഭയിൽ ഹബീബായ നബി തങ്ങളെ കൊണ്ടുവരുമെന്നുള്ള അവിടുന്ന് സാക്ഷിയായി അങ്ങയെ കൊണ്ടുവന്നാൽ എങ്ങനെ ഇരിക്കും യാ റസൂലല്ലാഹ് എന്നല്ലാഹുവിന്റെ ഖുർആനിന്റെ പാരായണമായത്ത് കേട്ടപ്പോ നബി തങ്ങളുടെ രണ്ട് കണ്ണുകളും നിറഞ്ഞൊഴുകിയെങ്കിൽ നമ്മൾ ഓരോരുത്തരെയും മഹ്ശറയിൽ കൊണ്ടുവരുമെന്ന് എത്ര ആയത്താണ് പരിശുദ്ധമായ ഖുർആനിലുള്ളത്, എത്ര ആയത്താണ് നമ്മളെ വിചാരണ ചെയ്യുമെന്നുള്ളത്. നമ്മൾ ചെയ്യുന്ന അനക്കങ്ങളും അടക്കങ്ങളും എല്ലാം നാളെ ഖിയാമത്ത് നാളിൽ മഹ്ശറയിൽ കൊണ്ടുവരുമെന്ന്. നിങ്ങൾ ഒരു ചെറിയ കടുമണി തൂക്കത്തിനാണ് പാപം ചെയ്തതെങ്കിൽ അതുപോലെ അല്ലാഹുവിന്റെ കോടതിയിൽ ചോദിക്കപ്പെടുമെന്ന് എത്രയോ ആയത്തുകളാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. എന്നിട്ടും എന്തേ ചെറുപ്പക്കാരാ, എന്നിട്ടും എന്തേ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരന്മാരെ, നമ്മുടെ കണ്ണുകൾ നിറയാത്തതെന്താ? മുൻഗാമികളായ മഹത്തുക്കളാകുന്ന ഉമ്മമാരുപ്പമാര് അവര് പടച്ചവനെ ആലോചിച്ച് ഭയന്നിട്ടവിടെ കണ്ണുനീര് കൊണ്ട് മുഖങ്ങളെ കഴുകി വൃത്തിയാക്കിയവരാ. ഇന്ന് നമ്മളാണെങ്കിലോ മുഖം വൃത്തിയാക്കുന്നത് അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ഏറ്റവും കൂടിയ ഫേഷ്യൽ ക്രീമുകൾ ഉപയോഗിച്ചുകൊണ്ട് മുഖം വൃത്തിയാക്കുമ്പോ മഹാരഥന്മാര് നമ്മെ പഠിപ്പിക്കുകയാണ്, യഗ്സിലൂ വജൂഹകും ബിദുമൂഇൻ നദമി. നിങ്ങൾ കണ്ണുനീര് കൊണ്ട് നിങ്ങളുടെ മുഖത്തെ വൃത്തിയാക്കണേ എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു അനുസരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.